ഏഴല്ല 700 വർണ്ണങ്ങൾ എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു അമേരിക്ക 7 ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വിസ കൊടുക്കില്ല എന്ന്. ഇപ്പോൾ 7 അല്ല 14 അല്ല, എണ്ണം കൂടിയിട്ടുണ്ടല്ലേ. 7 മറ്റേ ട്രംപ് ആദ്യം വന്ന ഊഴത്തിൽ 2019 എണ്ണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ അകത്ത് 12 രാജ്യങ്ങളുടെ പേരുണ്ടായിരുന്നു. ഇപ്പം ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ജനുവരി 20 ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ടായിരുന്നു, ഏതൊക്കെ രാജ്യങ്ങളുടെ നിരോധിക്കണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്യാബിനറ്റ് കമ്മിറ്റിയെ വെച്ചിരുന്നു. അവര് കൊടുക്കുന്ന റിപ്പോർട്ട് ഈ ആഴ്ചയാണ്. ആഴ്ച തുടങ്ങുന്നത് ഞായറാഴ്ചയാണല്ലോ. അപ്പൊ ഈ ആഴ്ച 60 ദിവസം ഈ ആഴ്ച തികയാണ്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവസാനത്തെ പരിശോധന ഇനി വൈറ്റ് ഹൗസ് നടത്തേണ്ട കാര്യമേ ഉള്ളൂ. അതാണ് ഈ ആഴ്ച നടക്കുകയെന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നുണ്ട്. ഇപ്പൊ 43 രാജ്യങ്ങൾ 3 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 കാറ്റഗറി: റെഡ്, ഓറഞ്ച്, യെല്ലോ. കാലാവസ്ഥ മുന്നറിയിപ്പ് പോലെ അല്ലേ? അതെ, തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളത്, ഇതിൽ ഈ യെല്ലോ കാറ്റഗറിയിലൊക്കെ ഉള്ളത്, അതൊക്കെ പിന്നീട് അവർ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറുന്നതാണ്. ഇപ്പം 43 എന്നുള്ളത് അവസാനം വരെ നിലനിൽക്കുന്നതല്ല. പക്ഷേ ആ റെഡിലുള്ളതൊക്കെ നിലനിൽക്കും. ഇതിലൊരു 15ഓളം രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ്. അത് പറയാം. അപ്പോൾ ഇവിടെ നിന്നുള്ളവരെ പ്രവേശിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, വിദേശകാര്യ സെക്രട്ടറിയും ക്യാബിനറ്റ് അംഗങ്ങളും തമ്മിലുള്ള കമ്മിറ്റി പരിശോധന നടത്തി കഴിഞ്ഞു. അമേരിക്കൻ പൗരന്മാരെ ഈ വരത്തന്മാരിൽ നിന്ന് തരംതിരിക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഭീകരാക്രമണങ്ങൾ ഉണ്ടാകരുത്, ദേശീയ സുരക്ഷ നിലനിൽക്കണം, വിദ്വേഷ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിക്കാൻ പാടില്ല, കുടിയേറ്റ നിയമങ്ങൾ ചൂഷണം ചെയ്യാൻ പാടില്ല, ഇതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ കരട് ശുപാർശ പട്ടിക തയ്യാറായതിൽ റെഡ് ലിസ്റ്റിൽ, ചുവപ്പ് ലിസ്റ്റിൽ വരുന്നത്, അതിൽ നിന്ന് ഒരാളും, ആ രാജ്യങ്ങളിൽ നിന്ന് ഒരാളും അമേരിക്കയിൽ എത്തിക്കൂടാ. അതാണ് ചുവപ്പൻ പട്ടിക. അതിലുള്ളത് അഫ്ഗാനിസ്ഥാൻ, അസാധാരണമാംവിധം ഭൂട്ടാൻ. ഭൂട്ടാൻ കേൾക്കുമ്പോൾ ഒരു അതിശയം, കാരണം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം. അതെ, പക്ഷെ ഭൂട്ടാനിൽ അമേരിക്കയ്ക്ക് എംബസി ഇല്ല. അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ചൈനയുടെ കാലത്തൊക്കെ കിടക്കുകയല്ലേ, അമേരിക്കയുടെ എംബസി തുറക്കാൻ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല അതൊരു ഡൽഹി വഴിയാണ് അവർ ഓപ്പറേഷൻസ് മുഴുവൻ നടത്തുന്നത്. ക്യൂബ, ഇറാൻ, ലിബിയ, നോർത്ത് കൊറിയ, സൊമാലിയ, സുഡാൻ, സിറിയ, വെനസ്വേല, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് വെനസ്വേല, യമൻ. അപ്പം ഇത്രയൊക്കെ രാജ്യങ്ങളുടെ പേര് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾ, ആ പേര് അത് സ്ഥിരം ഉള്ള പേരുകൾ തന്നെയാണ്. വെനസ്വേലയ്ക്ക് മറ്റൊരു ഗുണമുണ്ട്, ഇടതുപക്ഷ കക്ഷിയാണ് ഭരിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നം ഉൽപാദനം നടക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അതിന്റെ പ്യൂരിറ്റി കുറവാണ്. അതെ, അതൊക്കെ കുറവാണ്. വെനസ്വേലയുമായിട്ട് തർക്കങ്ങളുണ്ട്. ട്രംപിന് നല്ല തർക്കങ്ങളുണ്ട്. ഓറഞ്ച്, അതായത് ചില വ്യവസ്ഥകൾ പാലിച്ചാൽ സന്ദർശനം അനുവദിക്കും. ഓറഞ്ച് പട്ടികയിൽപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മൊത്തം, മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യാത്രയും പറ്റില്ല. ഈ ഓറഞ്ച് പട്ടികയിലുള്ളവരുടെ മൊത്തം യാത്രകൾ നിർത്തില്ല. ധനിക ബിസിനസ്സുകാർക്ക് അമേരിക്കയിൽ വന്ന് നിക്ഷേപിക്കാം, കാശ് പോരട്ടെ. കുടിയേറ്റ ടൂറിസ്റ്റ് വിസ കൊടുക്കില്ല ഈ ധനികർക്കും. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന മറ്റേ ഗോൾഡൻ, ഇപ്പൊ പാസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ സാധനമാണ് കൊടുക്കുക. അതിന് വരെ അവർക്ക് വിസയ്ക്ക് വ്യക്തിപരമായ അഭിമുഖങ്ങൾ നടന്നിരിക്കണം. വിസ കൊടുക്കുന്നതിന് മുമ്പ് ആളെ കണ്ട് എന്താണെന്നൊക്കെ വിലയിരുത്തിയിരിക്കണം. ആ രാജ്യങ്ങൾ ബെലാറസ്, എറിട്രിയ, ഹൈത്തി, ലാവോസ്, മ്യാൻമാർ, അതിലും പാകിസ്ഥാനുണ്ട്, റഷ്യ, സിയറാലിയോൺ, സൗത്ത് സുഡാൻ, തുർക്ക്മെനിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ വരുന്നത് ഈ ലിസ്റ്റിലാണ്, ഓറഞ്ച് പട്ടികയിലാണ് വരുന്നത്. യെല്ലോ 22 രാജ്യങ്ങളുണ്ട് യെല്ലോയിൽ.
60 ദിവസം അവർക്ക് കൊടുക്കും. അവരുടെ കുഴപ്പങ്ങളൊക്കെ 60 ദിവസം കൊണ്ട് അവർ തിരുത്തി കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾ ഈ പട്ടികയിൽ നിന്ന് ഒഴിവായി പോകും. അല്ലെങ്കിൽ ഈ മുമ്പ് പറഞ്ഞ റെഡിലേക്കോ ഓറഞ്ചിലേക്കോ അവർ മാറ്റപ്പെടും, അവർ നിയന്ത്രണങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ. അത് യാത്രക്കാരെ പറ്റി വിവരങ്ങൾ അവർ നൽകാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും. ആ യാത്രക്കാരെ പറ്റിയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും കൊടുത്തിരിക്കണം. പിന്നെ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ വേണ്ടത്ര ജാഗ്രത പുലർത്തണം. ഇതൊക്കെയാണ് കണ്ടീഷൻസ്. നിരോധിത രാജ്യങ്ങൾക്ക് പൗരത്വം വിൽക്കാൻ പാടില്ല. കുഴപ്പം പിടിച്ച രാജ്യങ്ങൾക്ക്, ഈ വന്നുവാട്ട് പോലുള്ള പൗരത്വം വിൽക്കുന്ന, അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുക. ആ രാജ്യങ്ങൾ അങ്കോള, ആൻറ്റുഗ ബർമുഡ ഒറ്റ സ്ഥലം, ബെനിൻ, ബുർക്കിന ഫാസോ, കംബോഡിയ, കാമറൂൺ, കേപ്പ് വെർദെ, ചാഡ്, 2 കോങ്കോ, റിപ്പബ്ലിക് ഓഫ് കോങ്കോയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും, ഡൊമിനിക്ക, ഇക്വറ്റോറിയൽ ഗിനി, ഗാംബിയ, ലൈബീരിയ, മലാവി, മൗറിറ്റാനിയ, സെന്റ് കിറ്റ്സ് നെവിസ്, സെന്റ് ലൂസിയ, പൈസ കൊടുത്ത പൗരത്വം കിട്ടും. ആ സ്ഥലങ്ങളാണ് ആ സേഫ് ഹേവൻസ് ആയിട്ടുള്ള ദ്വീപുകൾ. സാ ടോമെ, പ്രിൻസിപ്പെ, വന്നുവാട്ടു, സിംബാബ്വെ, ഈ രാജ്യങ്ങളാണ് ഇല്ലോയിൽ വരുന്നത്. അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശരിയാകാവുന്ന രാജ്യങ്ങളാണ്. മറ്റേതാണ് 2 കുഴപ്പം പിടിച്ച രാജ്യങ്ങൾ. ഇപ്പോൾ എംബസിക്കാർ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കരട് പട്ടിക. ഓരോരോ സ്ഥലത്തുള്ള എംബസികൾ, അമേരിക്കൻ എംബസി. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, റഷ്യ അതിനകത്തുണ്ട്. റഷ്യ ഇപ്പോൾ അമേരിക്ക ട്രംപ് പുടിനുമായി വലിയ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ട് ചൈന അതിനകത്തില്ല. ചൈനയില്ല, റഷ്യ ഉണ്ട്. അതൊരു ഇല്ലാത്ത വൈരുദ്ധ്യമാണല്ലോ. അല്ലല്ല, അത് പക്ഷെ വൈറ്റ് ഹൗസിന് വെറ്റിയാണ് ഇത്. അപ്പോൾ ട്രംപിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ട്രംപ് അത് വെട്ടിക്കളയുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും അമേരിക്കയുടെ ഒരു പരമ്പരാഗത വൈരി ചൈനയാണ്. റഷ്യ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉള്ളതുകൊണ്ടാണ് പഴയ സോവിയറ്റ് യൂണിയനുമായിട്ട് ശത്രുത ഉണ്ടായിരുന്നത്. ബൈഡന്റെ ശത്രുവാണ്. പക്ഷേ എന്നാൽ പോലും അമേരിക്കയുടെ ശത്രുവായിരുന്നു സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതുകൊണ്ട് ഇപ്പോൾ ട്രംപിന്റെ ന്യായം തന്നെ കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു. കമ്മ്യൂണിസം പോയി, ഇനിയിപ്പോൾ എന്തിനാണ് റഷ്യയായിട്ട് ശത്രുത? കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറഞ്ഞു നിൽക്കുന്നത് ചൈനയാണ്. അതുകൊണ്ട് ചൈന ഈ ലിസ്റ്റിലാണ്. സ്വാഭാവികമായും അമേരിക്കയുടെ പട്ടികയിൽ വരേണ്ട പേരാണ് ചൈന എന്നത്. ഭൂട്ടാൻ വന്നു. പിന്നെ ബെലാറസ് ഉണ്ട്. ബെലാറസ് ഞാൻ ശ്രദ്ധിച്ചു. ബെലാറസ് എന്ന് പറഞ്ഞാൽ റഷ്യ എന്ത് പറയുന്നു അത് ചെയ്യുന്ന രാജ്യമാണ് ബെലാറസ്. അത് വന്നിട്ടുണ്ട്. ഇത് സാധാരണഗതിയിൽ ഈ പട്ടികയിൽ ചേർക്കാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവിടെ കാണും. കൊറിയ വന്നിട്ടില്ലല്ലോ ഇതിനകത്ത്. ഉത്തര കൊറിയ വന്നിട്ടുണ്ടല്ലേ? ഉത്തര കൊറിയ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യ ഊഴത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, മുസ്ലിം രാജ്യങ്ങൾ മാത്രമാണ് ബാൻ ചെയ്തിരുന്നത്. 7 എണ്ണം. ഈ പറഞ്ഞ പോലെ സിറിയ, സുഡാൻ തുടങ്ങിയത്. 2015 പ്രചാരണ സമയത്തും പറഞ്ഞിരുന്നു ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ ഞാൻ പിടിക്കും, അവർ ഇവിടെ വന്ന് ഈ കൃഷി ചെയ്യുന്നത് ശരിയല്ല എന്ന് ട്രംപ് അന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ ലോ ഇൻകം, പിന്നെ ആഫ്രിക്കയിൽ നിന്നുള്ള കുറേ രാജ്യങ്ങളുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പൊതുവിൽ കാണുന്നത് ഇസ്ലാമിക രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി കയ്യിൽ വെക്കുന്ന രാജ്യങ്ങളും. അപ്പം ഈ പറഞ്ഞ ക്യൂബ ഒക്കെ അങ്ങനെയാണല്ലോ. 15 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അത് എന്തായാലും ഈ പട്ടികയിൽ ആ രാജ്യങ്ങളിൽ കൂട്ടക്കുഴപ്പമാണ്. അതെ. അപ്പോൾ ഏതായാലും ഇസ്ലാമിക ലോകത്ത് നിന്ന് കിട്ടുന്ന സന്ദർശകരെ വേണ്ട എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു എക്കാലത്തെ നയമല്ല, ട്രംപിൻ്റെ നയമാണ്. കാരണം ഈ കുടിയേറ്റം, അനധികൃത കുടിയേറ്റം, അവിടെ വന്ന് രാജ്യത്തേക്ക് കുടിയേറിയിട്ട് ഭീകരത, രാജ്യത്തിൻ്റെ ജനസംഖ്യ മാറ്റുക, എന്നിട്ട് അവർക്ക് ശരിയ നിയമം വേണമെന്ന് പറയുക, രാജ്യം വേണമെന്ന് പറയുക, രാജ്യത്തിൻ്റെ ഭരണം വേണമെന്ന് പറയുക, അവർ തദ്ദേശവാസികൾ സ്ഥലം വിടണമെന്ന് പറയുക. ഇതൊക്കെ നമ്മൾ ബ്രിട്ടനിൽ കണ്ടുകൊണ്ടിരിക്കുക. അത് ഇനി അമേരിക്കയിൽ ആവർത്തിക്കണ്ട എന്നുള്ള ട്രംപിൻ്റെ ഒരു വാശിയുടെ ഭാഗം കൂടിയാണ് ഈ യാത്രാ വിലക്ക്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.